ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനങ്ങൾ 66 അധ്യായം 5 തിരുവചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ, മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. കർത്താവിൻ്റെ മഹനീയ പ്രവൃത്തികൾ വിവരിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ബഹറിനിൽ നിന്നുള്ള ഒരു കുടുംബത്തിൻ്റെ ജീവിത സാക്ഷ്യം നമുക്ക് ശ്രവിക്കാം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. കാരുണ്യവാനായ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എൻ്റെ പേര് രമ്യ. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ജോമി. ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുഞ്ഞിൻ്റെ പേര് ഇമ്മാനുവൽ. ഞാനിവിടെ ബഹ്റൈനിൽ 8 വർഷമായി നേഴ്സായി ജോലി ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ് 6 വർഷത്തിന് കാത്തിരിപ്പിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നത്. പ്രഗ്നൻ്റ് ആയ സമയത്ത് 4-ാം മാസത്തിലെ സ്കാനിങ്ങിലാണ് ഞാൻ അറിഞ്ഞത് കുഞ്ഞിന് മൈക്രോസെഫാലി എന്നുള്ള അവസ്ഥയാണ്. അതായത് കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ വളർച്ച കുറവാണെന്ന്. ആ സമയത്ത് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന്. അത് ഞങ്ങളെ വളരെയേറെ വിഷമിപ്പിച്ചു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച സമയത്ത് ഞങ്ങൾക്ക് താങ്ങായിട്ട് നിന്നിരുന്നത് ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടറും നേഴ്സ് മിനിസ്ട്രിയിലെ സഹോദരങ്ങളുമായിരുന്നു. അവരുടെ പ്രാർത്ഥനയും വചനത്തിൻ്റെ ശക്തിയും ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളും അബോർഷനെ പറ്റി ചിന്തിച്ചേനെ. സങ്കീർത്തനം 127:3 പറയുന്നു: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനവും. ആ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു മാതാവാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ നൽകിയതെന്ന്. അങ്ങനെ ഞങ്ങൾ ആ സമയത്തെല്ലാം പറ്റുന്ന ദിവസങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ഗ്രോട്ടോയിൽ പോയി മാതാവിൻ്റെ മുൻപിൽ ചെന്ന് ജപമാല അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഹനാൻ വെള്ളം കുടിക്കുകയും വീട്ടിൽ തളിക്കുകയും ചെയ്യുമായിരുന്നു. ആ സമയത്ത് ജീവിത പങ്കാളി അന്തോണീസ് പുണ്യവാളുടെ നൊവേനയ്ക്ക് എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ പോകുമായിരുന്നു. 91-ാം സങ്കീർത്തനം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും വയറ്റിൽ കൈവച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ നേഴ്സ് മിനിസ്ട്രിയിലുള്ള സഹോദരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഫാസ്റ്റിംഗ് പ്രെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഞങ്ങൾ പല ധ്യാന കേന്ദ്രങ്ങളിലും പ്രെയർ ഗ്രൂപ്പിലും ശാലോം ടിവിയിലും വിളിച്ച് പ്രാർത്ഥനാ സഹായം യാചിച്ചിരുന്നു. ധാരാളം പേരുടെ പ്രാർത്ഥന ആ സമയത്തിന് കുഞ്ഞിന് ലഭിച്ചിരുന്നു. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തിരുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു ചിലപ്പോൾ വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞ് മരിച്ചു പോയേക്കാമെന്ന്. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ മാർച്ച് 17, 2014 ഇമ്മാനുവലിനെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി അനുഗ്രഹിച്ചു. ആ സമയത്ത് കുഞ്ഞിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഞാൻ വിചാരിച്ചു കുഞ്ഞ് ചിലപ്പോൾ കരയില്ലായിരിക്കുമെന്ന്. പക്ഷേ അവനുണ്ടായ സമയത്ത് പെട്ടെന്ന് തന്നെ കരഞ്ഞു. NICUവിൽ കുറച്ച് ദിവസത്തേക്ക് ഒബ്സർവേഷന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഓക്സിജനോ ഒരു മെഡിസിനോ കുഞ്ഞിന് കൊടുക്കേണ്ടി വന്നിരുന്നില്ല. ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ചിലപ്പോൾ ഭാവിയിൽ കുഞ്ഞ് സംസാരിക്കില്ലായിരിക്കും, നടക്കില്ലായിരിക്കുമെന്ന്. ഈ വിവരം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോടോ കുടുംബാംഗങ്ങളോടോ പറഞ്ഞില്ല. കാരണം അവർക്കതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവനെ നാട്ടിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. എൻ്റെ പ്രിയ സഹോദരരെ, നടക്കില്ല, സംസാരിക്കില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ ഞങ്ങളുടെ ഇമ്മാനുവൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല,
എല്ലാറ്റിനെയും സൗഖ്യമാക്കുന്ന അങ്ങയുടെ വചനമാണ് ഞങ്ങളെ ഇമ്മാനുവലിനെ സൗഖ്യമാക്കിയത്. എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും വൈകല്യം കൊണ്ട് കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മാലാഹ കുഞ്ഞുങ്ങളാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണ് അവരെ എല്ലാവർക്കും ദൈവം കൊടുക്കില്ല. നോക്കാൻ കഴിയും എന്നുള്ളവർക്ക് മാത്രമേ ദൈവം കൊടുക്കുകയുള്ളൂ. ദൈവം ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ ഈ വലിയ സന്തോഷത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആർദ്രഹൃദയനും കാരുണ്യവാനുമായ ഈശോ ഈ നേഴ്സിൻ്റെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ ഉദരഫലമെന്ന സമ്മാനത്തെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. ഇപ്പോൾ ഫുജറയിൽ നിന്നുള്ള മറ്റൊരു നേഴ്സിൻ്റെ അനുഭവ സാക്ഷ്യത്തിനായി നമുക്ക് കാതോർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് ദൈവം എനിക്ക് തന്ന ഒരു അത്ഭുത രോഗസൗഖ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ്. എൻ്റെ പേര് ബിനു അലക്സ്. ഞാൻ ഫുജറ നേഴ്സസ് മിനിസ്ട്രിയിലെ ഒരംഗമാണ്. എൻ്റെ ദൈവത്തിൻ്റെ കരുണ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ദൈവം എന്നെ 4 പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷിച്ചു. 2 വാഹനാപകടങ്ങൾ, അതുപോലെ തന്നെ 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക്. ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി 3 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ ഹാർട്ട് അറ്റാക്ക് 2017 സെപ്റ്റംബർ മാസത്തിലുണ്ടായി. ആ ദിവസം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഫാമിലി നാട്ടിൽ പോയതിന് ശേഷം ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്ന ദിവസങ്ങളായിരുന്നു. എൻ്റെ കൂടെയുള്ള കുട്ടി ഈ സെക്കൻഡ് ഷിഫ്റ്റ് കഴിഞ്ഞ് ജസ്റ്റ് വന്ന സമയമായിരുന്നു. അതിന് മുൻപ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ലായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു റൂമിൽ. കുട്ടി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ചെസ്റ്റിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. ഞാൻ ആദ്യം അത്ര കാര്യമാക്കിയില്ല. വീണ്ടും എനിക്ക് തല കറങ്ങുന്ന ഒരവസ്ഥയായി. ഞാൻ പെട്ടെന്ന് നിന്ന് എൻ്റെ റൂംമേറ്റിനോട് പറഞ്ഞു, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുവെന്ന്. അവൾ നോക്കിയപ്പോൾ ഞാൻ വെളുത്ത് ഒരനക്കമില്ലാതെ ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവരെന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിലെല്ലാം ദൈവം എനിക്ക് ശക്തമായ ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. അത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. വചനം ഇതാണ്: പാമ്പുകളുടെയോ തേളുകളുടെയോ ശത്രുവിൻ്റെ സകല ദുഷ്ടശക്തികളുടെയോ മേൽ ചവിട്ടി നടക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അവയൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ആ വചനത്തിൻ്റെ അനന്തയോഗ്യത സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞതാണ്. ഈ വചനത്തിൻ്റെ അനന്തയോഗ്യത ഞാൻ അനുഭവിച്ചറിഞ്ഞു. അവരെന്നെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു. അവിടെ ചെന്ന് എക്കോ എടുത്തപ്പോൾ എൻ്റെ ഹാർട്ട് ഭയങ്കര വീക്കാണ്. ഹാർട്ടിൻ്റെ പമ്പിങ് റേറ്റ് നോർമൽ എന്ന് പറയുന്നത് 40 തൊട്ട് 60 വരെയാണ്. എനിക്ക് എൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് റേറ്റ് 35-36 ലെവലാണ്. സഹോദരങ്ങളെ, എൻ്റെ അവസ്ഥ എൻ്റെ കൂട്ടുകാർക്ക് എന്നേക്കായി നന്നായിട്ട് അറിയാമായിരുന്നു. അവർ എനിക്ക് വേണ്ടി നിരന്തരം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ബിനുവിനൊരു പുതിയ ഹൃദയം കൊടുക്കണമേ എന്ന്. കർത്താവ് നിയമാവർത്തനം 33, 26, 27 പറയുന്നു: നിന്നെ സഹായിക്കുവാനായി അവിടുന്ന് വിഹായസിലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങുവാൻ ശാശ്വത ഹസ്തങ്ങൾ. അതേ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആ അത്ഭുതകരം എന്നെ താങ്ങിക്കൊണ്ടേയിരുന്നു. ജോഷുവ 1:8-9 പറയുന്നു: ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരങ്ങളിലുണ്ടായിരിക്കണം. രാവും പകലും നീ അതേപ്പറ്റി ധ്യാനിക്കണം. അവയിൽ എഴുതിയിരിക്കുന്നവയൊക്കെയും പ്രാവർത്തികമാക്കുവാൻ നീ ശ്രദ്ധിക്കണം. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെയും നിന്റെ കൂടെ വരുമെന്ന്. അതേ സഹോദരങ്ങളെ, ഞാൻ ICUവിൽ കിടക്കുന്ന ആ സമയം ദൈവത്തിൻ്റെ ഈ ശക്തമായ വചനം എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എൻ്റെ മനസ്സ് ക്ഷീണിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം അനേകം മക്കളെ ഒരുക്കി തന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ ICUവിൽ ആ ദൈവത്തിൻ്റെ അത്ഭുതകാരം ദർശിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോഴത്തേക്കും എനിക്ക് ലങ്സിൽ ഫ്ലൂയിഡ് കളക്ഷനായിട്ട് എനിക്ക് ശ്വാസം മുട്ടലായി. അവരെന്നെ ബൈപ്പാപ്പിലിട്ടു. ഞാൻ ദേഹമാസകലം ട്യൂബുമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, എനിക്കിനി എൻ്റെ നാട്ടിൽ പോകുവാൻ സാധിക്കുമോ? എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കുഞ്ഞുങ്ങളെ കാണുവാനായിട്ട് എനിക്ക് സാധിക്കുമോ? ആ നിമിഷങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ ഈ വചനം എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 5-ാമത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി.
ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ നിമിഷം നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങൾ എന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു സ്വന്തം സഹോദരിയെ പോലെ ശുശ്രൂഷിച്ചു. അതിനുശേഷം എൻ്റെ ജീവിത പങ്കാളി വന്നതിന് ശേഷം എന്നോട് പറയുകയാണ്, നമുക്ക് നാട്ടിൽ പോകാം, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന്. സഹോദരങ്ങളെ, അതെനിക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല. കാരണം ജീവിത പങ്കാളിക്ക് ജോലിയില്ല, ഞാനും കൂടെ ജോലിയില്ലാതെ നാട്ടിൽ ചെന്ന് നിൽക്കുന്ന ഒരവസ്ഥ. അതുപോലെ കുഞ്ഞുങ്ങൾ 3 പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി നിരന്തരം എനിക്കൊരു പുതിയ ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവം എനിക്കൊരു പുതിയ ഹൃദയം തന്നു. 27-ാമത്തെ ദിവസം എനിക്ക് ദൈവം ഒരു പുതിയ വചനം തന്നു. ഏശയ്യ 51:3. കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും, അവളുടെ വിജന പ്രദേശങ്ങളെ സ്വാന്തനപ്പെടുത്തും, മരുപ്രദേശങ്ങളെ ഏദൻ പോലെയും മരുഭൂമിയെ കർത്താവിൻ്റെ തോട്ടം പോലെയുമാക്കും. സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപങ്ങളും അവരിൽ നിന്നുയരും. അതേ സഹോദരങ്ങളെ, ഈ വചനം കിട്ടിയ അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല മാറ്റങ്ങളും എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ ഹാർട്ട് റേറ്റ് ഹൈ ആയിരുന്നത് അത് നോർമലായി. അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് നടക്കുമ്പോൾ ശ്വാസം മുട്ടൽ അനുഭവിച്ചിരുന്നത് ഞാൻ നോർമലായിട്ട് നടക്കുവാൻ തുടങ്ങി. അതുപോലെ തന്നെ കുളിക്കുമ്പോൾ മുഖത്തേക്ക് വെള്ളം വീണാൽ ശ്വാസം മുട്ടൽ അനുഭവിച്ചിരുന്ന ഞാൻ നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു. എൻ്റെ ദൈവം തന്ന ഈ വലിയ അത്ഭുതത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ സഹോദരങ്ങളെ, റോമക്കാർക്ക് എഴുതിയ ലേഖനം 5:4 പറയുന്നു, സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നുവെന്ന്. ഈ വചനത്തിൻ്റെ അനന്തയോഗ്യത കർത്താവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടുവാനായിട്ട് സാധിച്ചു. കാരണം ഈ വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സ് തളരുവാൻ ഒരിക്കൽ പോലും എൻ്റെ ദൈവം എന്നെ ഇടയാക്കിയില്ല. ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശോയോടും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സിക്ക് ലീവ് കഴിഞ്ഞ് ഡ്യൂട്ടി ജോയിൻ ചെയ്തു. നോർമലായിട്ട് എനിക്ക് ഡ്യൂട്ടി ചെയ്യുവാൻ സാധിക്കുന്നു. ഇപ്പോഴും ഞാൻ നോർമലായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ മക്കൾക്കും അതോടൊപ്പം ദൈവത്തിന് എല്ലാം 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. സഹോദരങ്ങളെയും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുമെന്ന് 1 പത്രോസ് 5:6 പറയുന്നു. ഈ വചനത്തിൻ്റെ അനന്തയോഗ്യത അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു. എൻ്റെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും എൻ്റെ ഈശോ എനിക്ക് നടത്തി തന്നു. ഞാൻ ഇന്ന് നോർമലായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു, ഒരു കുഴപ്പവുമില്ല. ദൈവം തന്ന ഈ അത്ഭുതത്തെ ഓർത്ത് ലോകമെമ്പാടുമുള്ള നേഴ്സുമാരോടൊപ്പം ഞാൻ എൻ്റെ യേശുവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, നിങ്ങളാരെങ്കിലും ഇതുപോലെ വേദനയിലൂടെയോ പ്രയാസങ്ങളിലൂടെയോ രോഗങ്ങളിലൂടെയോ കടന്നു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ദൈവം കൈവിട്ടുവെന്ന്. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി, ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിൽ വെളിവാകുവാനായിട്ട് അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നു രക്ഷിക്കുന്നു എന്ന സങ്കീർത്തന തിരുവചനം ഈ സഹോദരിയുടെ ജീവിതത്തിൽ നിറവേറിയതിനെ ഓർത്ത് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഒപ്പം നമ്മുടെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന നല്ല ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ബഹറിനിൽ നിന്നുള്ള മറ്റൊരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ഷെൽബി, ഇതെൻ്റെ ജീവിത പങ്കാളി ബിജു. ഞങ്ങൾക്ക് 2 മക്കൾ, അലൻ, ഏഞ്ചൽ. ഞാനിവിടെ 11 വർഷമായി ബഹ്റിനിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഞങ്ങൾ കുടുംബമായി ബഹ്റിനിൽ ജീവിക്കുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ഞങ്ങൾ ജീവിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന നന്മകൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഏകദേശം 3 വർഷം മുമ്പ് എൻ്റെ ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. ഞങ്ങളുടെ മുൻപിൽ വേറെ വഴികളൊന്നുമില്ലായിരുന്നു. ഒത്തിരി ഇൻ്റർവ്യൂകളെല്ലാം പങ്കെടുത്തിട്ടും അനുകൂലമായ ഒരു മറുപടിയും ഒരു കമ്പനിയിൽ നിന്ന് ലഭിച്ചില്ല. ആ സമയം ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിൽ സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആത്മീയ സുഹൃത്തുക്കളുമായി എൻ്റെ വിഷമം പങ്കുവച്ചു. അവർ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദിവ്യകാരുണ്യ നൊവേന 9 ദിവസം ചൊല്ലി പ്രാർത്ഥിക്കാൻ. അതിന് പ്രകാരം ദിവ്യകാരുണ്യ നൊവേന ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. എൻ്റെ സുഹൃത്തുക്കളും ചൊല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതിലൊരു സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിൻ്റെ തിരുസ്വരൂപം നമുക്ക് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് എൻ്റെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ മാതാവിൻ്റെ തിരുസ്വരൂപം പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾ ജപമാല ചൊല്ലി മാതാവിൻ്റെ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അതൊരു മെയ് മാസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരിക്കൊരു സന്ദേശം ലഭിക്കുകയുണ്ടായി. അതിപ്രകാരമായിരുന്നു 7 ദിവസം തുടർച്ചയായി ജപമാല ചൊല്ലി മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കാൻ. അതിന് പ്രകാരം ഞങ്ങൾ ജപമാല തുടർന്നുകൊണ്ടേയിരുന്നു. 2-ാം ദിവസമായപ്പോൾ ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. മാധ്യസ്ഥം എല്ലാം അപേക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ഫോൺ കോൾ വന്നു. അതൊരു കമ്പനിയിൽ നിന്നും ഇൻ്റർവ്യൂവിന് വിളിച്ചുകൊണ്ടുള്ള ഒരു ഫോൺ കോളായിരുന്നു. ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും ജീവിത പങ്കാളിയുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഇൻ്റർവ്യൂവിനായി പറഞ്ഞു വിട്ടു. ഒരു അനുകൂലമായ മറുപടിയായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ചത്. ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി. മാതാവിൻ്റെ വണക്കമാസം തീരുന്നതിന് മുൻപ് അവസാനത്തെ ദിവസം മെയ് 31 എൻ്റെ ജീവിത പങ്കാളി ജോലിയിൽ പ്രവേശിച്ചു. അതിനുശേഷം 3 വർഷം എൻ്റെ ജീവിത പങ്കാളിക്ക് ആ ജോലിയിൽ തുടരാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. 3 വർഷത്തോളം ആ കമ്പനിയിൽ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം കമ്പനിയുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞു. ഞാൻ വീണ്ടും വേറെ ജോലി നോക്കാനായിട്ട് തുടങ്ങി. പലയിടങ്ങളിലും അന്വേഷിച്ചു, ഒത്തിരി അന്വേഷിച്ചു. അവസാനം 1-2 കമ്പനിയിൽ വിളിച്ചുവെങ്കിലും അവരൊന്നും അനുകൂലമായ ഒരു റിപ്ലൈ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ വീണ്ടും നേഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരിമാരുടെ പ്രാർത്ഥന ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു. അവരെല്ലാവരും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം മാതാവിൻ്റെ ജന്മ തിരുനാളിന് വേണ്ടി നിയോഗം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുസ്വരൂപം ഒരു സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു പ്രാർത്ഥന വെച്ചു. അപ്പോൾ അവരെല്ലാവരും വന്നു പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഇൻ്റർവ്യൂവിന് വീണ്ടും ഞാൻ പോയി. നേരത്തെ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന ഒരു കമ്പനിയായിരുന്നു. അവർ വീണ്ടും വിളിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ആണ് എന്നെ പറഞ്ഞു വിട്ടത്. അന്ന് ഞാൻ ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായിരുന്നു. ഞാൻ വളരെയധികം വിഷമിച്ചാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ വിസ തീർന്നിട്ട് 10 ദിവസം കൂടി എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനുള്ളിൽ ബഹ്റൈനിൽ നിന്ന് എക്സിറ്റ് ആകേണ്ട ഒരു സ്ഥിതിയായിരുന്നു. അങ്ങനെ കുട്ടികളുമായിട്ട് പോകാൻ നാട്ടിൽ പോയി സെറ്റിലാകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയായിരുന്നു. അന്ന് അവരെല്ലാവരും കൂടി പ്രാർത്ഥിച്ച് വിട്ട ആ ദിവസം ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. അന്ന് തന്നെ എനിക്ക് വിസ അവരടിച്ചു തന്നു. നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ അവർ ജോയിൻ ചെയ്യാൻ എന്നോട് പറഞ്ഞു. ദൈവത്തിന് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് നാം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു ദിവസമായിരുന്നു അന്ന്. അതുപോലെ തന്നെ വേറൊരു ദിവസവും കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. എൻ്റെ പേഷ്യൻറ്റിന് ഞാൻ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചെറിയ ടാബ്ലറ്റ് ഞാൻ പേഷ്യൻറ്റിന് കൊടുത്തതേ ഉള്ളൂ. അപ്പോഴേക്കും അത് ആസ്പിറേറ്റായി. രോഗിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ഓക്സിജൻ എല്ലാം താഴ്ന്നു. രോഗിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. കണ്ണെല്ലാം മിഴിച്ചു വന്നു. ഞാൻ ആകെ ഭയപ്പെട്ടു. പേഷ്യൻ്റെ മകൾ കൂടെ ഉണ്ടായിരുന്നു. അവരും ആകെ ഭയപ്പെട്ടു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഞാനപ്പോഴേക്കും രോഗിയുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് എൻ്റെ ഒരു സഹപ്രവർത്തകയെ ഞാൻ വിളിച്ചു. ഞങ്ങൾ 2 പേരും രോഗിയുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ, ഈശോയുടെ തിരുരക്തം ഈ രോഗിയുടെ ലങ്സിലേക്ക് ഒഴുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു. ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ വന്ന് രോഗിയെ കണ്ടു. അർജൻറ്റ് ചെസ്റ്റ് എക്സ്റേ പറഞ്ഞു. ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ രോഗിയുടെ നിലയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത എല്ലാ മരുന്നുകളും തന്നെ കൊടുത്തു. ഞാൻ ആ തിരക്കിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് വേറൊരിടത്ത് ആരുമില്ലാത്ത സ്ഥലത്ത് ഞാൻ പോയി മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ, രോഗിയെ സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്തെന്നില്ലാത്തൊരു ശക്തി എനിക്ക് അനുഭവപ്പെട്ടു. അതുവരെയും എനിക്ക് ആ റൂമിൽ നിൽക്കാൻ പേടിയായിരുന്നു. ആ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ
രോഗിയുടെ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ടത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു. രോഗിക്ക് യാതൊരു ശ്വാസതടസ്സവുമില്ലാതെ ആ പേഷ്യൻ്റ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഒത്തിരി നന്ദി പറഞ്ഞു. ഓക്സിജൻ എല്ലാം മാറ്റി രോഗി ഓക്സിജൻ്റെ സഹായമില്ലാതെ തന്നെ ശ്വസിക്കാൻ ആരംഭിച്ചു. ആ മകളും എൻ്റെ അടുത്ത് ഒത്തിരി നന്ദി പറഞ്ഞു. നീ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇത്രയും വേഗം സൗഖ്യപ്പെട്ടതെന്ന്. യേശയ്യ 65:24 ഇങ്ങനെ പറയുന്നു, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5:15 ഇങ്ങനെ പറയുന്നു, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തുമെന്ന്. ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ കൈകളിലൂടെ, എൻ്റെ സഹപ്രവർത്തകരുടെ കൈകളിലൂടെ രോഗിയെ സൗഖ്യപ്പെടുത്തുകയായിരുന്നു ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമ്മൾ ഒരു നേഴ്സായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ ചികിത്സിക്കുന്ന ഓരോ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. അതെനിക്ക് ഈശോ ഈ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കി തരികയായിരുന്നു. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും ഞങ്ങൾക്കിതേ പറയാനുള്ളൂ. ഞങ്ങൾ അനുഭവിച്ച ഈ ജീവിത പ്രതിസന്ധിയിലൂടെ, വിഷമത്തിലൂടെ ഏതെങ്കിലും മക്കൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെല്ലാവരോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കൊപ്പം നമ്മൾ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം അത്ഭുതകരമായി നമ്മളെ സഹായിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:19-20 ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ ഒരുമിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന നന്മകൾക്ക് ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരാത്മാവിന് പോലും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന്. ഇന്ന് നാം കേട്ട ഓരോ ജീവിത സാക്ഷ്യങ്ങളും കർത്താവിൻ്റെ കരുണാർദ്ര സ്നേഹത്തെക്കുറിച്ച് തന്നെ ആയിരുന്നല്ലോ. നമുക്കും നാം അറിയുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ സ്നേഹത്തിലേക്ക് നയിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയുമായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി